ഓഗസ്റ്റ് 19-നായിരുന്നു കർണാടകയിൽ നവവധുവിനെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. യുവതിയെ കൊന്നതായിരുന്നോ, എന്തിനുവേണ്ടി കൊലപ്പെടുത്തിയെന്നതിനോ പോലീസിനപ്പോൾ യാതൊരു തുമ്പുമില്ലായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ പ്രതികളെ പിടികൂടിയിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 19 ബുധനാഴ്ച ചിത്രദുർഗ ജില്ലയിലെ മഹാദേവപുരയ്ക്ക് സമീപം വിജനമായ കിണറ്റിൽ നിന്ന് നവദമ്പതിമാരിലൊരാളായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 13-നാണ് ചല്ലക്കര താലൂക്കിലെ ചിക്ക-ഉള്ളാതിർത്തി ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് സുമലത എന്ന യുവതിയെ കാണാതാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവവധുവായിരുന്നു ഈ സുമലത. പ്രണയവിവാഹമായിരുന്നു അവളുടേത്. ഗജേന്ദ്ര എന്ന യുവാവിനെയാണ് അവൾ വിവാഹം കഴിച്ചത്. വിവാഹശേഷം കുടുംബങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവർ ഒരു ഫാമിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. ഇവരിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഗജേന്ദ്രയുടെ സുഹൃത്ത് ബോറയ്യ ഫാമിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ഗജേന്ദ്ര വീട്ടിലില്ലാതിരുന്ന സമയമായിരുന്നു അത്. ബോറയ്യ അവിടെ എത്തിയ സമയത്ത് സുമലത വസ്ത്രം മാറാൻ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബോറയ്യ അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് സഹോദരങ്ങൾ ആയ കരയ്യെ വിളിച്ച് അയാളുടെ സഹായത്തോടെ മഹാദേവപുരയ്ക്ക് സമീപത്തുള്ള ആളൊഴിഞ്ഞ ഒരു കിണറ്റിൽ ഇവളുടെ മൃതദേഹം തള്ളിയതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സുമലതയുടെ കുടുംബം മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ ഗജേന്ദ്രയാകാം കൊന്നതെന്ന് സംശയിക്കുകയും അയാൾക്കെതിരെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന്. ಗಜೇಂದ್ರ ಅನ್ನೋ ಒಬ್ಬ ಹುಡುಗನ ಜೊತೆ ಮದುವೆ ಮಾಡ್ಕೊಳ್ತಾರೆ 14th. ಅವರು ಗಜೇಂದ್ರ ಅನ್ನೋರು ಕೂಡ ಅವರ ಸಂಬಂಧಿಕರೇ. ಅವರ ತೋಟದಲ್ಲೇ ಅವರ ಹೊಲದಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇರ್ತಾರೆ 2 yearsಯಿಂದ. ಅವ್ರನ್ನ ಮದುವೆ ಮಾಡ್ಕೊಳ್ತಾರೆ. ಮದುವೆ ಮಾಡ್ಕೊಂಡ ನಂತರ 14th ಮಧ್ಯಾಹ್ನದಿಂದ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದಾರೆ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಇದನ್ನು ನಾವು ಇನ್ನೂ ವಿಚಾರಣೆ ಮಾಡ್ತಾ ಇದ್ವಿ. ಫ್ರೆಂಡ್ಸ್ ಬೋರೇಶ ಮತ್ತು ಅಶೋಕ್ ಇವರು 3 ಜನ ಲೇಡಿಯನ್ನು ಕರ್ಕೊಂಡೋಗಿ ಒಂದು ಈಶ್ವರ ದೇವಸ್ಥಾನದಲ್ಲಿ ಮೊಳಕಲ್ಮೂರು ಹತ್ರ ಮದುವೆ ಮಾಡಿಸ್ತಾರೆ. ತದನಂತರ ಅವರು ಮಹಾದೇವಪುರಕ್ಕೆ ಬರ್ತಾರೆ. 14th ಮಧ್ಯಾಹ್ನದಿಂದ ಅವರು ಹೊರಗಡೆ ಹೋಗಿ ಮತ್ತೆ ವಾಪಸ್ ಬರಲಿಲ್ಲ ಅಂತ ಅವ್ರು ಹೇಳ್ತಾ ಇದ್ರು. ಈಗ ಸಸ್ಪೆಕ್ಟ್ಸ್ನ ನಾವು ವಿಚಾರಣೆ ಮಾಡ್ತಾ ಇದ್ವಿ. ವೆಲ್ನಲ್ಲಿ ಶವವಾಗಿ ಪತ್ತೆ ಆಗ್ತಾರೆ. ಸೊ ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಅವರ ತಂದೆಯವರು ಒಂದು ಮರ್ಡರ್ ಕೇಸನ್ನು ದಾಖಲಿಸ್ತಾರೆ നായക്കനട്ട് കേസിನಲ್ಲಿ. ഇപ്പോൾ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി ഇപ്പോൾ അന്വേഷണം തുടർന്നു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.